ഈ പറഞ്ഞ പാഠങ്ങളെല്ലാം തന്നെ എവിടെയുണ്ടെന്നറിയാവോ? ഈ പറഞ്ഞ പാഠങ്ങളെല്ലാം തന്നെ ഈ 5 പാഠത്തിനകത്ത് കിടപ്പുണ്ട്. മൊഡ്യൂൾ 8 റീജിയണൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി പോർഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമ്മുടെ HSA സോഷ്യൽ സയൻസ് പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മൾ കുറച്ചും കൂടെ ഒരു എഫേർട്ട് ഇടേണ്ട സമയമാണ്. വളരെ ലിമിറ്റഡ് ടൈമാണ് നമുക്കിനി മുമ്പിലുള്ളത്. കൃത്യമായിട്ട് നമ്മുടെ ദിവസത്തെ ഓരോ ഡേയ്സും പ്ലാൻ ചെയ്ത് പഠിക്കേണ്ട സമയം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പഠിച്ച് മുന്നേറേണ്ട ഒരു സമയത്ത് നമ്മളിപ്പം എത്തി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടേണ്ട ചില എക്സ്ട്രാ എഫേർട്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ വിഷയം ജോഗ്രഫിയാണ്. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഹോട്ട് ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, എക്സാമിന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മേഖല ഒന്ന് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് ഓരോന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അത് ഓരോ ടോപ്പിക്സും ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക, അത് എവിടെ നിന്ന് വായിക്കണം, റെഫർ ചെയ്യേണ്ട ഭാഗം ഏതാണ്, ഈ പറഞ്ഞ പാഠഭാഗങ്ങൾ എവിടെ നിന്ന് പഠിക്കണം എന്നുകൂടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. നമ്മുടെ സിലബസിൽ മൊഡ്യൂൾ 7 ഫിസിക്കൽ ജോഗ്രഫി നമുക്കുണ്ട്. സോളാർ സിസ്റ്റത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് ടൈഡ്സ് ആൻഡ് കറൻസ്, ഓഷ്യൻ കറൻസ് വരെ ആ ഒരു പോർഷൻ വരുന്നുണ്ട്. മൊഡ്യൂൾ 8 നമുക്ക് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയാണ്. അതിനകത്താണ് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫിയുടെ കുറച്ച് പോർഷൻ, വേൾഡ് പോപ്പുലേഷൻ, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്, ക്ലൈമറ്റ് റീജിയൻസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിക്കകത്ത് വരുന്നുണ്ട്. അപ്പം മൊഡ്യൂൾ 7ഉം മൊഡ്യൂൾ 8ഉം നമുക്ക് ഒരു 20 മാർക്ക് സ്കോർ ചെയ്യാനുള്ള 2 പ്രധാനപ്പെട്ട മൊഡ്യൂൾസ് ആണ്. അപ്പം ഇത്രയും ലോങ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള സിലബസിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ ഞാൻ പിക്ക് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, പ്രീവിയസ് ആയിട്ട് നടന്ന പരീക്ഷകളെ ഒന്ന് അനലൈസ് ചെയ്തതിൽ നിന്ന് കുറച്ച് ടോപ്പിക്സ് ഒന്ന് ഞാൻ പിക്ക് ചെയ്യുന്നുണ്ട്. ആ ടോപ്പിക്സ് പരിചയപ്പെടുത്താം. നമുക്ക് ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്ന് ഈ മൊഡ്യൂൾ 7ൽ നിന്ന് നമ്മൾ നോക്കിക്കൊണ്ട് പോകേണ്ട, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ചില ടോപ്പിക്കുകളാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഒന്ന് സീസൺസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഋതുക്കളെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഏതൊരു PSC എക്സാം എടുത്താലും നമ്മളൊന്ന് ചോദ്യമുണ്ട്. 2 വിൻഡ്, കാറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ഇല്ലാത്ത PSC എക്സാം ഇല്ല. അതിപ്പം HSIക്കൊക്കെ അതിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടെ കൂടും. കാരണം ഇത് കുറച്ചുകൂടി ഒരു ഹെവി ടോപ്പിക് ആയതുകൊണ്ട്. സാധാരണ ഒരു ചെറിയ ഒരു ഏറ്റവും താഴ്ന്ന തലങ്ങളിൽ നടക്കുന്ന ഒരു പരീക്ഷയിൽ ഒരു പരീക്ഷ അല്ലല്ലോ ഇത്. അത്യാവശ്യം ഒരു നല്ല പരീക്ഷയല്ലേ. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും വിൻഡ് എന്ന ടോപ്പിക്ക്, കാറ്റുകൾ എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അന്തരീക്ഷം, അതിൽ തന്നെ അന്തരീക്ഷ പാളികൾ, അന്തരീക്ഷത്തിന്റെ ഘടന, അതേപോലെ അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ, മഴയും മേഘങ്ങളും മഞ്ഞും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. റോക്സ് പഠിക്കുമ്പോൾ എപ്പോഴും എർത്ത് സ്ട്രക്ചറും കൂടെ, ഭൂമിയുടെ ഘടനയും കൂടെ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഭൂമിയുടെ ഘടന, റോക്സ്, ഇവർ ഒന്നിച്ച് വേണം നമുക്ക് എപ്പോഴും മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ പാറകളെ സംബന്ധിച്ച് അവയുടെ എക്സാമ്പിൾ വേണമെങ്കിൽ ചോദിക്കാം. ഈ ഓരോ പാറകൾ രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ്സ് വേണമെങ്കിൽ ചോദിക്കാം ഇവിടെ നിന്ന്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് HSA പരീക്ഷയ്ക്കൊക്കെ എക്സാമ്പിളാണ്. ഒരു സെഡിമെന്ററി റോക്ക്, അവസാദശില, ഒരു ആഗ്നേയശില, അല്ലെങ്കിൽ ഒരു കായാന്തരിത ശില, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ലാൻഡ് ഫോംസ്, പ്രത്യേകിച്ച് നദികളുമായി ബന്ധപ്പെട്ട, കാറ്റുകളുമായി ബന്ധപ്പെട്ട ലാൻഡ് ഫോംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചോദ്യങ്ങൾ ഈ ഭാഗത്ത് പ്രതീക്ഷിക്കാം. നമ്മുടെ ഏറ്റവും പുതിയ 9ാം ക്ലാസ്സിലെ പുസ്തകം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നദികളെ പറ്റിയുള്ള ലാൻഡ് ഫോംസിനെ പറ്റിയും തിരമാലകളെ സംബന്ധിക്കുന്ന ലാൻഡ് ഫോംസിനെ പറ്റിയും കാര്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസേഷൻ, അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞായിരുന്നു. കണ്ടൻസേഷൻ ഫോംസ്, അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട കണ്ടൻസേഷൻ ഫോംസ്, അതിനകത്താണ് മേഘങ്ങൾ, മഞ്ഞ്, തുഷാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ കണ്ടൻസേഷനകത്താണ് വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ പ്രസിപ്പിറ്റേഷൻ, മഴയും വർഷണത്തെ പറ്റിയും കൂടെ നമ്മൾ പഠിച്ചോണം. ഓഷ്യൻ കറൻസ് ഇല്ലാത്ത PSC പരീക്ഷകൾ ഇപ്പോഴില്ല. അത് ജനറൽ PSC എക്സാം പോലും ഓഷ്യൻ കറൻസ് ഇല്ലാത്ത പരീക്ഷകളില്ല. അപ്പോൾ HSA പരീക്ഷയുടെ കാര്യം പറയണ്ടല്ലോ, ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ഓഷ്യൻ കറണ്ട് നിങ്ങളോട് ചോദിക്കും, സമുദ്രജല ചലനം ചോദിക്കും. ഇതും
രണ്ട് രീതിയിൽ ചോദിക്കാം. പസഫിക് സമുദ്രത്തിലെ ചലനം ഏത്, അറ്റ്ലാന്റിക്കിലെ ഏത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏത്, ആ രീതിയിൽ ചോദിക്കാം. രണ്ടാമത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഉഷ്ണജല പ്രവാഹം ഏത്, ശീതജല പ്രവാഹം ഏത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ഓരോ സമുദ്രജല പ്രവാഹങ്ങളും അതിന് ഓരോ പ്രത്യേകതകളുണ്ട്. ചില സമുദ്രജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന മേഖലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും കൂടിച്ചേരുന്ന മേഖലകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊക്കെ ഒരു ഒത്തിരി പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഏതൊക്കെ ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു തരുന്നത്. ഓഷ്യൻ കറൻസുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, അത് ഏത് സമുദ്രത്തിലാണ് എന്ന് ചോദിക്കാം. രണ്ട്, അത് ഒരു ഉഷ്ണജലമാണോ ശീതജലമാണോ എന്ന് ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ട ഏരിയ ആണ് എൽ നിനോ, ലാ നിന തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, ഉറപ്പായിട്ടും ഇത് നോക്കിയിട്ട് പോകണം. കാരണം ഡിഗ്രി തലത്തിൽ കഴിഞ്ഞ വർഷം നടന്ന എല്ലാ പരീക്ഷയിലും എൽ നിനോയുമായി ബന്ധപ്പെട്ട പ്രതിഭാസം എന്താണ്, ലാനിനയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ഇവ ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്, അതിന്റെ ഇമ്പാക്റ്റ് ഭൂമിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. കാരണം റീസെന്റ് നമ്മളൊക്കെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഭൂമിയിൽ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ബോധവാന്മാരാണ്. കൂടുതൽ ചർച്ചകൾ അതിന്മേൽ നടക്കുന്നുണ്ട്, ഈ വിഷയത്തിന്മേൽ നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇതിനകത്തൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലിനോ ലാനിനെയൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വരൾച്ച കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എല്ലിനോയാണ്, പ്രളയകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ലാനിനെയാണ്. അപ്പം ഇതൊക്കെ മൺസൂണുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം വരാം. അപ്പം മൺസൂണും കൂടി ഇതിന്റെ കൂടെ കണക്ട് ചെയ്തോണം. ഓഷ്യൻ കറൻസ് പറയുമ്പോൾ എല്ലിനോ ലാനിന പഠിക്കുമ്പോൾ അതിന്റെ കൂടെ എന്തുകൂടെ കണക്ട് ചെയ്തോണം, മൺസൂണും കൂടെ കണക്ട് ചെയ്തോണം. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഇന്ത്യയിലെ മൺസൂൺ, ഇന്ത്യയിലെ സീസൺ. ഇപ്പൊ സീസൺ എന്ന് പറയുമ്പോൾ ഞാൻ വേൾഡ് സീസൺ മാത്രമല്ല ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. വേൾഡ് സീസൺ ഉണ്ടല്ലോ, സ്പ്രിങ്, വിന്റർ, നമ്മുടെ ഓട്ടം, അത് മാത്രമല്ല ഇന്ത്യയിലെ സീസൺസും കൂടെ കേട്ടോ. ഇന്ത്യയിലെ സീസൺ, മൺസൂൺ സീസൺ, ഇന്ത്യയിലെ കോൾഡ് സീസൺ, ഇന്ത്യയിലെ ഹോട്ട് സീസൺ, അതായത് നമ്മുടെ ഉഷ്ണകാലം, അതും കൂടെ ഒക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. വിൻഡ് അതിനെ പറ്റി പറഞ്ഞ സമയത്ത് അവിടെ ട്രേഡ് വിൻഡ് നിർബന്ധമായിട്ട് ചർച്ച ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ട്രേഡ് വിൻഡ്, കാരണം എപ്പോഴും എൽനിനോ ലാനിനോ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ട്രേഡ് വിൻഡിന്റെ സ്പീഡും അതിന്റെ വേഗതയും അതിന്റെ ശക്തിയും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ് എപ്പോഴും ഈ എൽനിനോ ലാനിന ചർച്ച ചെയ്യുന്നത്. എൽനിനോ ലാനിനയുടെ ചർച്ച വരുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ട് എന്തും കടന്നു വരും, മൺസൂണും കടന്നു വരും. ക്ലിയർ? അപ്പൊ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. സോ ഈ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മേഖലകളും കറക്റ്റായിട്ട് കൃത്യമായിട്ട് നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക, വായിക്കുക, പഠിക്കുക. ഇനി ഫിസിക്കൽ ജോഗ്രഫിക്കകത്ത് കുറച്ച് ഇന്റർനാഷണൽ പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പം അറ്റ്മോസ്ഫിയറിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ് പാരീസ് എഗ്രിമെന്റ്, പിന്നെ റാംസാർ കൺവെൻഷൻ. ഇങ്ങനെയുള്ള ചില ഇന്റർനാഷണൽ പ്രോട്ടോകോൾസ് ഉണ്ട്. ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള ഓരോ ഇന്റർനാഷണൽ പ്രോട്ടോകോൾസ് നമ്മൾ മനസ്സിലാക്കുക, ആ പ്രോട്ടോകോൾസ് പഠിക്കണം. പ്ലേറ്റ് ടെക്ടോണിക്സ് ഓൾറെഡി എർത്ത് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് തന്നെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ്. പ്ലേറ്റ് ടെക്ടോണിക്സിനെ പറ്റി പഠിക്കുമ്പോൾ ഉറപ്പായിട്ട് അവിടെ എർത്ത് ക്വേക്ക്, ഭൂകമ്പം കൂടി മനസ്സിലാക്കിയിട്ട് പോവുക. കാരണം ഭൂമിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഈ എർത്ത് ക്വേക്സ് അല്ലെങ്കിൽ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എല്ലാ വർഷവും സംഭവിക്കാറുള്ളതാണ്. സോ ഇതൊരു കറണ്ട് അഫെയർ ആയിട്ട് കണക്ട് ചെയ്ത് എപ്പോഴും ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിൽപ്പെടും. എവിടെയെങ്കിലും നമ്മുടെ എക്സാമിന് മുമ്പായിട്ട് എവിടെയെങ്കിലും ഒരു ഭൂകമ്പം നടന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്നു ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഇപ്പൊ ഇന്തോനേഷ്യയിലോ ഒക്കെ ഒരു വോൾക്കാനിക്, ഇപ്പൊ റീസെന്റ് ആയിട്ട് റഷ്യയിൽ ഒരു സുനാമി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതേപടി ഈ എർത്ത് ക്വേക്സ്, വോൾക്കാനോസ്, ഇതൊക്കെ എപ്പോഴും കണക്ട് ചെയ്ത് ഇത് ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഒരു എർത്ത് ക്വേക്കോ വോൾക്കാനോ ഒക്കെ നടക്കുമ്പോൾ അത് എപ്പോഴും ആ ഒരു വിഷയം ചർച്ചയാവും. അത് ഇങ്ങനെ ഒരു മൊത്തത്തിൽ ന്യൂസ് ചാനലുകളിലൊക്കെ ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചോദ്യകർത്താക്കൾക്ക് ഇതൊരു ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ. ഇത്തരത്തിൽ റിമോട്ട് സെൻസിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറ്റലൈറ്റ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് വരുന്നതിനകത്ത്. പ്രധാനമായിട്ട് ജിയോ സ്റ്റേഷനറി, സൺസിങ്ക്രോണസ് എന്നൊക്കെ പറഞ്ഞ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ISROയുടെയൊക്കെ എന്തെങ്കിലും ഒരു ഉപഗ്രഹ വിക്ഷേപണം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഉപഗ്രഹ വിക്ഷേപണമൊക്കെ നടക്കുന്ന സമയത്ത് അതും ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഈ കാര്യങ്ങളും കടന്നു വരും. സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട നമുക്ക് സാധാരണ ജനറൽ PSC പരീക്ഷകളിൽ സോളാർ സിസ്റ്റം പഠിക്കാനില്ല, പക്ഷേ HSIക്ക് സോളാർ സിസ്റ്റം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. സോളാർ സിസ്റ്റം നമ്മുടെ ടോപ്പിക്ക് തുടങ്ങുന്നത് തന്നെ സോളാർ സിസ്റ്റത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആ ഒരു ടോപ്പിക്കിന്. ക്ലിയർ? ഇത്ര കാര്യങ്ങൾ ഫിസിക്കൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കണം. മൊഡ്യൂൾ 8 റീജിയണൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി പോർഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഇവിടുന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇവിടെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി വളരെ ക്ലിയർ കട്ടായിട്ട് പഠിച്ചിരിക്കണം.
അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്തായിരുന്നല്ലോ. 2024 നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ SCERT റീപ്ലേസ് ചെയ്തു. ഈ റീപ്ലേസ് ചെയ്ത സമയത്ത് 9ാം ക്ലാസ്സിലെ ഒരു 2 പുസ്തകങ്ങൾ അവർ പുതുതായിട്ട് കൊണ്ടുവന്നു. ഈ പുസ്തകത്തിൽ ഏകദേശം 100 പേജിലായിട്ടാണ് ഫിസിയോഗ്രഫി കുട്ടികളെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഫിസിയോഗ്രഫി എന്ന് പറഞ്ഞ ടോപ്പിക് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം 100 പേജുകളിലായിട്ട്. അത്രയും ഒരു വലിയ ഹൈ വോളിയം ഉള്ള ഒരു പാഠമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ആയിട്ടാണ് ഫിസിയോഗ്രഫിനെ SCERT പരിഗണിക്കുന്നത്. ഉറപ്പായിട്ടും ചോദ്യം ഇടാൻ എടുക്കുന്ന ഒരു ചോദ്യകർത്താവ് പാഠപുസ്തകങ്ങളിലേക്കൊന്നും പോകാറുണ്ട്. SCERT പാഠപുസ്തകങ്ങളിൽ നിന്നാണല്ലോ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ പുസ്തകം നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ഫിസിയോഗ്രഫിയാണ്. ഏതെങ്കിലും ഒരു ചോദ്യം അവിടെ നിന്ന് എടുക്കാതെ പോകത്തില്ല. 100 പേജുകൾ വരുന്നിടത്തു നിന്ന് ഒന്നല്ല, ചിലപ്പോൾ 2, 3, 4, 5 ചോദ്യങ്ങൾ ഫിസിയോഗ്രഫിയിൽ നിന്ന് ചോദിക്കാം. ഇന്ത്യയുടെ ഭൗതിക ഭൂമിശാസ്ത്രമാണ് ഫിസിയോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്തരപർവ്വത മേഖല മുതൽ ദ്വീപുകൾ വരെയുള്ള ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതാണ് ഫിസിയോഗ്രഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിയോഗ്രഫിയായിട്ട് കണക്ട് ചെയ്ത് എപ്പോഴും നിങ്ങൾ റിവേഴ്സ് നദികൾ, ഹിമാലയൻ നദികളും ഉപദ്വീപ് നദികൾ കൂടി എപ്പോഴും ഫിസിയോഗ്രഫിയുടെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചോണം. നമ്മുടെ പുതിയ ടെക്സ്റ്റിനകത്തൊന്നും റിവേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ട് കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഫിസിയോഗ്രഫി പഠിക്കുന്ന, പ്രത്യേകിച്ച് ഫിസിയോഗ്രഫിക്കകത്ത് ഹിമാലയം പഠിക്കുന്ന കൂട്ടത്തിൽ ഹിമാലയൻ റിവേഴ്സിനെ പറ്റിയുള്ള വളരെ ചെറിയ, അത്ര ഇലാബറേറ്റഡ് അല്ല, വളരെ ക്രിസ്പായിട്ടുള്ള ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഫിസിയോഗ്രഫിയിൽ തന്നെ ഞങ്ങൾ പെനിൻസുലാർ പ്ലാറ്റ്യൂനെ പറ്റി, ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പഠിക്കുമ്പോൾ ഉപദ്വീപീയ നദികളെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു വളരെ കുഞ്ഞ് ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു ചർച്ചയും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അഗ്രികൾച്ചർ ആൻഡ് ക്രോപ്സും ഈ പറഞ്ഞ ഫിസിയോഗ്രഫിയെ പറ്റി പഠിക്കുമ്പോൾ ഹിമാലയത്തെ പറ്റി പഠിക്കുന്ന ഭാഗത്ത് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ക്രോപ്സ് ഏതാണെന്ന് അവർ പറയുന്നുണ്ട്. നോർത്തേൺ പ്ലെയിൻസിനെ പറ്റി പഠിക്കുമ്പോൾ നോർത്തേൺ പ്ലെയിൻസിലെ പ്രധാനപ്പെട്ട കൃഷി, അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ക്രോപ്സ്, വിളകൾ ഏതെല്ലാമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ വായിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ, അവിടുത്തെ ക്രോപ്സിനെ പറ്റി പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ പറഞ്ഞ ഫിസിയോഗ്രഫി വായിക്കുമ്പോൾ തന്നെ ഇതും നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളും. അഗ്രികൾച്ചറും ആൻഡ് ക്രോപ്സും സെറ്റ് ആയിക്കോളും. ഇൻഡസ്ട്രീസ്, ട്രാൻസ്പോർട്ടേഷൻ, ഇവ രണ്ടും നമ്മൾ നമ്മുടെ ഇതിനു മുമ്പ് 2024 മുമ്പുണ്ടായിരുന്ന SCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതായത് റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പുള്ള ടെക്സ്റ്റ്, പഴയ ടെക്സ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പഴയ ടെക്സ്റ്റിനകത്ത് ഒരു പാഠം ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ, ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. ആ പാഠത്തിനകത്ത് ഈ ഇൻഡസ്ട്രീസും ട്രാൻസ്പോർട്ടേഷനെ പറ്റിയുമാണ് കൂടുതലായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാനമായിട്ട് നിങ്ങൾ ഇൻഡസ്ട്രീസിനെ പറ്റി പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ നിങ്ങൾ ഈ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ കോട്ടൺ, അതുപോലെ തന്നെ ജൂട്ട്, ഷുഗർ കെയിൻ, പിന്നെ ടീ, കോഫി തുടങ്ങിയ ഇൻഡസ്ട്രീസിനെ പറ്റി നല്ലതായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അഗ്രികൾച്ചറിനെ പറ്റി പഠിക്കുമ്പോൾ സീസൺസ് മറന്നു പോരുത്. ക്രോപ്പിംഗ് സീസൺസ് ഉണ്ടല്ലോ, ഖാരിഫ്, അതുപോലെ റാബി, സെയ്ദ് തുടങ്ങിയ സീസൺസ് അവിടെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ക്ലിയർ? ഇത്രയും ഇവിടുത്തെ പ്രധാനപ്പെട്ട മേഖലകളാണ്. ട്രാൻസ്പോർട്ടേഷൻ പറയുമ്പോൾ ഉറപ്പായിട്ടും റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചിനാബ് പാലമൊക്കെ വന്നതുകൊണ്ട്, വന്ദേ ഭാരത് ഒക്കെ പുതുതായിട്ട് അവതരിപ്പിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ പുതിയ അങ്ങനത്തെ നമ്മുടെ ട്രെയിൻസ് ഒക്കെ വരുന്നത് കൊണ്ട് എപ്പോഴും അതെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം ചർച്ച ചെയ്യപ്പെടുന്ന മേഖലകളാണ്. സോ അത് നോക്കുക, റെയിൽവേയുമായി ബന്ധപ്പെട്ട. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ NH നാഷണൽ ഹൈവേയുടെ നിർമ്മാണമൊക്കെ അതിൻ്റെ പുരോഗതിയിലായതുകൊണ്ട് തന്നെ റോഡ് നെറ്റ്വർക്ക്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോഡ് നെറ്റ്വർക്കുകളെ പറ്റി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേസിനെ പറ്റിയൊക്കെ ചോദ്യം വന്നെന്ന് വരാം. ഓക്കെ, അടുത്ത മൈഗ്രേഷനും ഈ സെൻസസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും, ഈ 2 കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് +2 ഒരു NCERT ഒരു ടെക്സ്റ്റിൽ ഒരു പാഠമുണ്ട്. ആ ഒരു പാഠം നമുക്ക് നോക്കാനേ നിവൃത്തിയുള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും SCERTക്കകത്ത് മൈഗ്രേഷനെ പറ്റി, സെൻസസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ പറ്റി SCERTക്കകത്ത് കാര്യമായ ചർച്ചകളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ മൊഡ്യൂൾ 7 നിന്നും മൊഡ്യൂൾ 8 നിന്നും നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത്. നമുക്കിനി ഇത് പഠിക്കേണ്ട പാഠങ്ങൾ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതൊക്കെ എവിടുന്ന് പഠിക്കണം, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ള പാഠങ്ങൾ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് 5ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങുവാണ്, SCERT ഞാൻ തുടങ്ങുവാണ്. അത് നമുക്ക് +2 വരെ അങ്ങ് പോകാം. 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. 2 പാർട്ടുകളുള്ളത്. അതിനകത്ത് നിങ്ങൾ പാർട്ട് 1 എടുക്കണം. സമഗ്രയിൽ നമുക്ക് ടെക്സ്റ്റ് അവൈലബിൾ ആണ്. ഗൂഗിളിൽ വെറുതെ നിങ്ങൾ സമഗ്ര കേരള SCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് സെർച്ച് ചെയ്താൽ മതി. സമഗ്ര കേരള SCERT കേട്ടോ, SCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കുകൾ
ക്ലാസ് തിരിച്ച് നിങ്ങൾക്ക് സബ്ജക്റ്റ് തിരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സമഗ്രയിൽ 5ാം ക്ലാസ്സിലെ പാർട്ട് 1 വരയ്ക്കാം വായിക്കാം എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. 5ാം ക്ലാസ് 5ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠം. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് 1 വരയ്ക്കാം വായിക്കാം എന്ന് പറഞ്ഞ 5ാമത്തെ പാഠം. ഇതിനകത്ത് ഭൂപടങ്ങളെ പറ്റി ഒരു കാര്യമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. മാപ്സ്, ഞാൻ ഇതിനകത്ത് മാപ്സ് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു, ഇവിടം വരെ പറഞ്ഞുള്ളായിരുന്നു. റിമോട്ട് സെൻസിങ്ങിൻ്റെ കൂടെ മാപ്സും കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. സോറി, അതിനകത്ത് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. റിമോട്ട് സെൻസിൻ്റെ കൂടെ മാപ്സ്, ഭൂപടങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്, ഞാൻ പറയാൻ വിട്ടുപോയി റിമോട്ട് സെൻസിങ് പറഞ്ഞപ്പോൾ കേട്ടോ. മാപ്സും കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ, ഭൂപടങ്ങൾ കൂടി നോക്കണം. ഭൂപടങ്ങളെ പറ്റി പഠിക്കാനുള്ള ഒരു കിടിലൻ പാഠമാണ് വരയ്ക്കാം വായിക്കാം 5ാം ക്ലാസ്സിൽ. ഇനി ക്ലാസ് 5 തന്നെ പാർട്ട് 2 പോയി കഴിഞ്ഞാൽ, ക്ലാസ് 5 തന്നെ പാർട്ട് 2 കേട്ടോ. ക്ലാസ് 5 തന്നെ പാർട്ട് 2. ക്ലാസ് 5 2 പാർട്ടുണ്ട് സോഷ്യൽ സയൻസിന്, പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. പാർട്ട് 2 പോയി കഴിഞ്ഞാൽ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന് പറഞ്ഞ 10ാമത്തെ ഒരു പാഠമുണ്ട് കേട്ടോ. വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഇത് സോളാർ സിസ്റ്റത്തെ പറ്റി പഠിക്കാനായിട്ട് നമുക്കുള്ള ഏക സോഴ്സാണ്. 5 മുതൽ 12 വരെയുള്ള പുസ്തകങ്ങളിൽ സോളാർ സിസ്റ്റത്തെ പറ്റി പഠിക്കാനായിട്ടുള്ള ആകെ ഉള്ള ഒരു ഓപ്ഷൻ, ഏക സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പാഠമാണ്, വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ 10ാമത്തെ പാഠം 5ാം ക്ലാസ്സിലെ പാർട്ട് 2 സോഷ്യൽ സയൻസിലെ ഈ 10ാമത്തെ പാഠം നിങ്ങൾ വായിച്ചിട്ട് പോവുക. സോളാർ സിസ്റ്റം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പിടികിട്ടും. അടുത്തത് ക്ലാസ് 6 പോയി കഴിഞ്ഞാൽ, ക്ലാസ് 6 പാർട്ട് 1. ക്ലാസ് 6ലും ഇതേപോലെ 2 പാർട്ടുണ്ട്, പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 പോയി കഴിഞ്ഞാൽ അതിനകത്ത് 4ാമത്തെ പാഠം ശ്രദ്ധിച്ചോണേ, ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. വളരെ നമ്മുടെ മാപ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഹോട്ട് ടോപ്പിക് ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ. മാപ്സിനെ പറ്റി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ പറ്റും. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ തന്നെ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, 7ാമത്തെ ചാപ്റ്റർ. അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പുതിയ SCRT-ക്കകത്തുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി, ഈ ഒരു ചാപ്റ്ററും കൂടെ കേട്ടോ, കോണ്ടിനെൻസും കൂടെ നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ നോക്കാം. ഓക്കെ. ഇനി ക്ലാസ് 7 പോയി കഴിഞ്ഞാൽ, ക്ലാസ് 7 2 പാർട്ടുണ്ട് സോഷ്യൽ സയൻസിൽ, പാർട്ട് 1 ഉണ്ട് പാർട്ട് 2 ഉണ്ട്. അതിനകത്ത് പാർട്ട് 7 പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി കണ്ടോ, ഇതിനകത്ത് ഭൂമിയുടെ ഘടന, റോക്സ്, പാറകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിനകത്ത് പഠിക്കാം. ഇവിടെ ഈ 6ാമത്തെ പാഠം ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ്, നമ്മുടെ അയൽപക്കത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ 6ാമത്തെ ചാപ്റ്റർ വായിച്ചാൽ കിട്ടും. അപ്പം ഘടന, റോക്സ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാഠം. ഇതിനകത്ത് 5ാമത്തെ പാഠമാണ്. ക്ലാസ് 7 പാർട്ട് 1 5ാമത്തെ പാഠം ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയുടെ ഘടനയും പാറകളും തുടങ്ങിയ സകലവിധ ഡീറ്റെയിൽസും കണ്ടൻസും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി ക്ലാസ് 7 പാർട്ട് 2 പോയി കഴിഞ്ഞാൽ, ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും മാപ്പുമായി ബന്ധപ്പെട്ട്, മാപ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു 3 പാഠങ്ങളോളം കണ്ടു. 5ലും 6ലും 7ലും ഒക്കെ ആയിട്ട് നമ്മൾ മാപ്സ് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതിനു മുമ്പ് നമ്മൾ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് 6ാം ക്ലാസ്സിൽ കണ്ടു. യെസ്. പിന്നെ വരയ്ക്കാൻ വായിക്കാം 5ാം ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ 5ലും 6ലും 7ലും അവർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്, SCRT നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഈ പറഞ്ഞ മാപ്പ് എന്ന് പറയുന്നത്, ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും മിനിമം ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു 2 ചോദ്യമെങ്കിലും ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം ഇത്രയും പാഠങ്ങൾ പുതുതായിട്ട് അവർ ഉൾച്ചേർത്തു. ഭൂപടത്തിന് അത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ലേ 2024 SCRT ടെക്സ്റ്റ് മാറിയപ്പം അവർ 3 ചാപ്റ്റേഴ്സ് ഭൂപടവുമായി ബന്ധപ്പെട്ട് അവർ കൊണ്ടുവന്നത് പുതുതായിട്ട്. അപ്പോൾ അതിന് അത്രയും പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇനി ക്ലാസ് 9 നമുക്ക് പോകാം. ക്ലാസ് 9 പോയി കഴിഞ്ഞാൽ, ക്ലാസ് 9 സോഷ്യൽ സയൻസിൽ 2 പാർട്ടുണ്ട്. സോഷ്യൽ സയൻസ് 1ഉം 2ഉം ഉണ്ട്, 2 പുസ്തകങ്ങളുണ്ട്. അല്ലാതെ സോഷ്യൽ സയൻസ് 2 സെർച്ച് ചെയ്യണം. സോഷ്യൽ സയൻസ് 2ൽ തന്നെ 2 പാർട്ടുണ്ട്, അതിനകത്ത് പാർട്ട് 1 സെർച്ച് ചെയ്യണം. ഈ പാർട്ട് 1 3 പാഠങ്ങൾ കിടപ്പുണ്ട്. ലോകത്തിന്റെ നെറുകയിൽ, ഇന്ത്യയുടെ ഭൗതിക ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അഥവാ ഫിസിയോഗ്രഫി ഇവിടുന്ന് തുടങ്ങുക. ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ്, ഹിമാലയത്തെ പറ്റിയാണ് ഈ 1ാമത്തെ പാഠം. 2ാമത്തത് ഉത്തര മഹാസമുദ്രത്തെ പറ്റിയാണ് പാഠം. 3ാമത്തത് ചരിത്രമുറങ്ങുന്ന പീഠഭൂമിയാണ് 3ാമത്തെ പാഠം. ഏകദേശം 75ഓളം പേജുകൾ പാഠപുസ്തകം തുടങ്ങുന്നിടത്തുനിന്ന് കണ്ട് അവസാനിക്കുന്ന 76ാമത്തെ പേജിൽ അവസാനിക്കുന്നത്. ഏകദേശം ഒരു 75ഓളം പേജുകളാണ്, അല്ലെങ്കിൽ ഒരു 70ഓളം പേജുകളാണ് കേട്ടോ. 70ഓളം പേജുകളാണ് ഈ പറഞ്ഞ ഉത്തരപർവ്വത മേഖല തൊട്ട് പീഠഭൂമി വരെ പഠിക്കാനുള്ളത്. 9ാം ക്ലാസ്സിലെ തന്നെ ഈ സോഷ്യൽ സയൻസിന്റെ 2ൽ പാർട്ട് 2 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നമ്മുടെ മരുഭൂമിയെ പറ്റിയും നമ്മുടെ തീരദേശങ്ങളെ പറ്റി പഠിക്കാൻ പറ്റും. 7ലും 8ലും പാഠങ്ങളായിട്ട്. ഇതും ഏകദേശം ഒരു 40 പേജോളം, അങ്ങനെ ഏകദേശം ഒരു 100-110 പേജാണ്
ഈ ഫിസിയോഗ്രഫി ഇവിടെ കൊണ്ടാ തീരങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു പാഠത്തോടെ ഫിസിയോഗ്രഫി ഭൗതിക ഭൂമിശാസ്ത്രം അവസാനിക്കും. ഏകദേശം 100 പേജുകൾ. ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്നറിയാമോ? ഇത്രയും ഭാഗത്തുള്ള ഉത്തരപർവ്വത മേഖല തൊട്ട് ഈ തീരങ്ങൾ വരെയുള്ള പ്രദേശങ്ങളിലെ അഗ്രികൾച്ചർ, അവിടുത്തെ കൃഷി, അവിടുത്തെ വ്യവസായം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവിടുത്തെ വിളകൾ, അവിടുത്തെ കാലാവസ്ഥ, അതും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എക്സ്ട്രാ. അവിടുത്തെ നദികൾ കേട്ടോ, ഇത്രയും ഭാഗത്തെ നദികൾ, ഇത്രയും കൂടെ പഠിക്കാൻ പറ്റും. ഇനി അവിടുത്തെ ഭൂരൂപങ്ങൾ കൂടി വേണമെങ്കിൽ പഠിക്കാം. കാരണം ഈ 7, 8 പാഠത്തിനകത്ത് ഭൂരൂപങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവര്. അപ്പൊ അതും കൂടെ പഠിക്കാം. ഇവിടെയുണ്ട് ഈ വിശാല സമതല ഭൂമിയിൽ ഇതിനകത്ത് ഇവിടുത്തെ ഭൂരൂപങ്ങൾ കൂടി, നദികൾ സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങൾ കൂടി അവർ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാവും? ഈ ലോകത്തിന്റെ നെറുകയിൽ പഠിക്കുമ്പോൾ ഹിമാലയവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ള ഭൂരൂപങ്ങളെ പറ്റി അവർ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആ പാഠം വായിക്കുമ്പോൾ ആ ഭാഗത്തുള്ള പീഠഭൂമികളിലെ നദികളെ പറ്റി പരാമർശം വരുന്നുണ്ട്. അവിടുത്തെ നദികളെ പറ്റിയും കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. ഈ 5 പാഠങ്ങൾ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ഇത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഇനി നമുക്ക് 10-60 ദിവസം സമയമുണ്ട്. പക്ഷെ ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഈ പാഠങ്ങൾ വായിക്കാതെ നിങ്ങൾ പോകരുത്. പഠിക്കാതെ എന്നല്ല, വായിക്കാതെ നിങ്ങൾ പോകരുത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പാഠങ്ങൾ. ക്ലിയർ ആയില്ലേ? ഇനി 10ാം ക്ലാസ്സിലെ പുതിയ പുസ്തകമാണ് സോഷ്യൽ സയൻസ് 2. സോഷ്യൽ സയൻസിന്റെ 2 പുസ്തകമുണ്ട് 10ാം ക്ലാസ്സിൽ. 1 ഉണ്ട് 2 ഉണ്ട്. ഓക്കെ, ഇത് 9ാം ക്ലാസ്സിലെ കാര്യമാണ് പറഞ്ഞത്. 10ാം ക്ലാസ്സിലേക്ക് വന്നാൽ ഇതേപോലെ സോഷ്യൽ സയൻസ് 1, 2 2 പുസ്തകമുണ്ട്. അതിനകത്ത് 2 നിങ്ങൾ സെർച്ച് ചെയ്ത് അതിനകത്ത് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 നിങ്ങൾ എടുക്കണം. ഈ പാർട്ട് 1 ഒരു 3 പാഠങ്ങൾ കിടപ്പുണ്ട്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്നറിയാമോ? അന്തരീക്ഷം കിട്ടും, സീസൺസിനെ പറ്റി പഠിക്കാൻ പറ്റും, ലോക സീസൺസ്, പിന്നെ കണ്ടൻസേഷനെ പറ്റി പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഖനീകരണത്തെ പറ്റി പഠിക്കാൻ പറ്റും, മഴയെ പറ്റി പഠിക്കാൻ പറ്റും, എന്ത് വേണമെങ്കിലും പഠിക്കാം. അവസാനമായിട്ട് കാറ്റിനെ പറ്റിയും കൂടെ പഠിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ചാപ്റ്റർ വായിച്ചാൽ കിട്ടും. അന്തരീക്ഷ ഘടന തൊട്ട് കാറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും, സീസൺസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുത്ത് പഠിക്കാം. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. 2, കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും. വേൾഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, വേൾഡ് ക്ലൈമറ്റ് ഇവിടെ നിന്ന് വായിക്കാം. ഇത് വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിനെപ്പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് +1 ഉണ്ട്. നമ്മൾ അത് വെച്ചിട്ടാണ് ക്ലാസ് ഒക്കെ പഠിച്ചേക്കുന്നത്. വേൾഡ് ക്ലൈമറ്റ് നമ്മൾ +1 വെച്ച് പഠിക്കുന്നത് നല്ലത്. അവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. ഈ പാഠവും നിങ്ങൾക്ക് വായിക്കാം അതിൻ്റെ കൂടെ കേട്ടോ. +1 ചാപ്റ്ററിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതും കൂടെ വായിക്കാം. മഴക്കാടുകളിൽ നിന്ന് മഞ്ഞുരുകുന്ന നാട്ടിലേക്ക്, ഇതും കൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഓരോ പ്രദേശവും, പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിയുടെ ഭൂമധ്യരേഖ തൊട്ട് ധ്രുവങ്ങൾ വരെ പോകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കാലാവസ്ഥകളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള സസ്യജാലങ്ങൾ അവിടെയുണ്ട്, എങ്ങനെയാണ് ചൂടിനനുസരിച്ച്, ഉഷ്ണത്തിനനുസരിച്ച്, താപത്തിനനുസരിച്ച്, മഴയ്ക്കനുസരിച്ച് അവിടുത്തെ പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പാഠത്തിനകത്ത് വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ പുതിയ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വായിക്കണം, ഏതൊക്കെ പാഠങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മുടെ +1 ടെക്സ്റ്റിലേക്ക് വരാം. +1 ടെക്സ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ +1 ടെക്സ്റ്റിൽ നമുക്ക് വിശാലമായിട്ട് പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയോണം, ഈ 2ാമത്തെ പാഠം ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും. 2ാമത്തെ അല്ല 3ാമത്തെ, ഭൂമിയുടെ ഉള്ളറ. ഭൂമിയുടെ ഉള്ളറയ്ക്കകത്ത് ഭൂമിയുടെ ഘടനയെ പറ്റി നമുക്ക് ഇവിടുന്ന് പഠിക്കാം. ഭൂമിയുടെ ഉള്ളറ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇവിടെ തുടങ്ങുകയാണ്. 3ാമത്തെ പാഠത്തിൽ തുടങ്ങുകയാണ്. ഭൂമിയുടെ ഉള്ളറ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ ഉള്ളറ, ഭൂമിയുടെ ഘടനയെ പറ്റി നമുക്ക് ഇവിടുന്ന് പഠിക്കാം. വൻകര വിസ്ഥാപന സിദ്ധാന്തം, അതുപോലെ തന്നെ ഫലകചലനങ്ങൾ, അതെല്ലാം നമുക്ക് ഈ ഒരു 4ാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കാം. ഓക്കെ, 4ാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കാം. ധാതുക്കളും ശിലകളും, പ്രധാനപ്പെട്ട ശിലകൾ, അവയുടെയൊക്കെ എക്സാമ്പിളൊക്കെ ഈ ഒരു ചാപ്റ്ററിനകത്ത് അടിപൊളിയായിട്ട്, റോക്സ് എന്ന് പറയുന്ന, ശിലകൾ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ കിടിലമായിട്ട് ഈ 5ാമത്തെ പാഠത്തിനകത്തുണ്ട്. ആ ഒരു ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ 5ാമത്തെ ചാപ്റ്ററിനകത്തുണ്ട്. അത് പഠിക്കണം. ഇനി ഭൂരൂപങ്ങൾ, അവയുടെ പരിണാമം ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളോട് വായിക്കണമെന്ന് പറഞ്ഞതാ. ഭൂരൂപങ്ങൾ പ്രധാനമായിട്ട് കാറ്റുമായി ബന്ധപ്പെട്ട, നദികളുമായി ബന്ധപ്പെട്ട ഭൂരൂപങ്ങൾ ഈ ഒരു ചാപ്റ്ററിനകത്തുണ്ട്. 7ാമത്തെ ചാപ്റ്ററിനകത്തുണ്ട്. അന്തരീക്ഷം, ഉള്ളടക്കവും ഘടനയും. അന്തരീക്ഷ ഘടന അല്ലെങ്കിൽ അന്തരീക്ഷ പാളികളെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. 8ാമത്തെ ചാപ്റ്ററിനകത്ത് അന്തരീക്ഷ പാളികൾ. സൗരവികിരണം. അടുത്തത് നമ്മുടെ സമുദ്രജല ചലനങ്ങൾ. സമുദ്രത്തിലെ നമ്മുടെ ഈ പറഞ്ഞ ഓഷ്യൻ കറൻസ്, സമുദ്രജല ചലനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അന്തരീക്ഷത്തിലെ ജലം പഠിച്ചു കഴിഞ്ഞാൽ മഴയെപ്പറ്റി, മേഘങ്ങളെപ്പറ്റി, മഴയെപ്പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. മേഘങ്ങളെ പറ്റിയും മഴയെ പറ്റിയും, കണ്ടൻസേഷനും പ്രസിപ്പിറ്റേഷനും എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഉണ്ടോ?
ഇനി 10ാമത്തെ ചാപ്റ്ററാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും കൊമ്പൻ, കാറ്റ്. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്തും +1 പുസ്തകത്തിനകത്തും കാറ്റുണ്ട്. എത്ര പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാറ്റുകളെ പറ്റി ഇവിടെ പഠിക്കാം. ഇത്രയുമാണ് +1 ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാഠങ്ങൾ. ഇപ്പം നമ്മൾ ലോക കാലാവസ്ഥ, വേൾഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ചാപ്റ്ററാണ് ഈ 12ാമത്തെ ചാപ്റ്റർ. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് നമ്മുടെ ആപ്പിനകത്തുണ്ട്, അത് നിങ്ങൾ കാണുക. ഓക്കെ, ഇനി ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരാം. +1 ഇന്ത്യൻ ജോഗ്രഫി, +1 ടെക്സ്റ്റ് കേട്ടോ. +1 ഇന്ത്യൻ ജോഗ്രഫി പ്രാധാന്യമുള്ളതാണ്. ഇവിടെ തൊട്ട് തുടങ്ങുവാണ്. ഭൂപ്രകൃതി, ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇവിടെ തുടങ്ങുക. ഓൾറെഡി നമ്മൾ 10ാം ക്ലാസ്സിൽ 100 പേജായിട്ട് അത് പഠിക്കുന്നുണ്ട്, 100 പേജുകളായിട്ട് പഠിക്കുന്നുണ്ട് ഭൂപ്രകൃതി 10ാം ക്ലാസ്സിലെ SCRT പുസ്തകത്തിൽ. അത് ഈ +1 നിന്ന് അങ്ങോട്ട് കോപ്പി ചെയ്ത് നിങ്ങൾ വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ SCRT വായിച്ചാൽ മതി. ഈ 2ാമത്തെ ചാപ്റ്റർ അവർ ഈ NCERT ടെക്സ്റ്റിനകത്ത് +1 ഉള്ള കണ്ടന്റ് മുഴുവൻ കോപ്പി ചെയ്തിട്ട് 10ാം ക്ലാസ്സിലെ ആ 5 ചാപ്റ്റേഴ്സ് അവർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ചില്ലെങ്കിലും നിങ്ങൾ അത് വായിച്ചാൽ മതി. നീരൊഴുക്ക് വ്യൂഹം, നദികളെ പറ്റി, ഹിമാലയൻ നദികളെ പറ്റിയും ഉപദ്വീപ നദികളെ പറ്റിയും അറ്റ്മോസ്റ്റ് ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇവിടുന്ന് കാലാവസ്ഥ നോക്കാൻ ശ്രമിക്കുക. മണ്ണ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. കാലാവസ്ഥയും മണ്ണും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാലാവസ്ഥയും മണ്ണും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പാഠങ്ങളെല്ലാം തന്നെ എവിടെയുണ്ടെന്നറിയാവോ? ഈ പറഞ്ഞ പാഠങ്ങളെല്ലാം തന്നെ ഈ 5 പാഠത്തിനകത്ത് കിടപ്പുണ്ട്. ലോകത്തിന്റെ നെറുകയിൽ, വിശാല സമതല ഭൂമിയിൽ, ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ, ഈ 5 ചാപ്റ്ററിനകത്ത് ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നിങ്ങളോട് പഠിക്കണം എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം SCRTയുടെ ആ ചാപ്റ്റേഴ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് വീണ്ടും +1 വന്ന് ഇത് വായിക്കണമെന്നില്ല, അത് നന്നായിട്ട് പഠിച്ചാൽ മതി. അവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ കിട്ടും. കാരണം ഇതിനേക്കാൾ ഹെവി ആയിട്ടാണ്, അല്ലെങ്കിൽ ഇതിലും വോളിയമുള്ള ചാപ്റ്റേഴ്സാണ് അത്. ഈ +1 ചാപ്റ്റേഴ്സിനേക്കാൾ ഹൈലി വോളിയമുള്ള ചാപ്റ്റേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും വിസ്താരമുള്ള ചാപ്റ്റേഴ്സാണ് അത്. ഓക്കെ, ഇനി +2 ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കിയിട്ട് പോയേ പറ്റൂ. കുടിയേറ്റം, ജനസംഖ്യ, ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇനി വ്യവസായങ്ങൾ ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഉൽപാദന വ്യവസായങ്ങൾ നോക്കണം. 10ാമത്തെ നിങ്ങളോട് ഞാൻ ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ, റെയിലും റോഡും ഒക്കെ, അത് ഈ 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ഈ +2 ബുക്കിൽ നിന്ന് വായിക്കണം. ഇന്ത്യൻ ജോഗ്രഫിയുടെ +2 ബുക്കാണ്. +2 നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഇത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പറഞ്ഞ 4 ചാപ്റ്റേഴ്സ്, ജനസംഖ്യാ വിതരണം, പിന്നെ കുടിയേറ്റം, പിന്നെ ഉൽപാദന വ്യവസായങ്ങൾ, ഗതാഗതവും വാർത്താവിനിമയവും, ഇത്ര നിങ്ങൾ നോക്കിയിട്ട് പോവുക. കൃഷിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അഗ്രികൾച്ചർ, അതും കൂടെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഭൂവിഭവങ്ങളും കൃഷിയും, അതും കൂടെ ഈ ഒരു ചാപ്റ്ററിൽ വായിച്ചു കഴിഞ്ഞാൽ പിടികിട്ടും. ഇത്രയും ചാപ്റ്ററാണ് റെഫർ ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് ഇത്രയും ചാപ്റ്റേഴ്സ് റെഫർ ചെയ്യണം. ക്ലിയർ? ഇനി വിദൂര സംവേദനം പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ തൽക്കാലം ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഴയ പുസ്തകം 2024 SCRT പുസ്തകം മുഴുവൻ മാറിയായിരുന്നല്ലോ. അപ്പോൾ മാറിയ സമയം ഈ പുസ്തകം മാറിപ്പോയി. SCRTയിലെ സാമൂഹ്യ ശാസ്ത്രം ക്ലാസ് 10 ഭാഗം 2 പാഠം 6 ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിഷയങ്ങളും ഇപ്പോൾ ഇത് സമഗ്രയിലില്ല, കാരണം ഈ ടെക്സ്റ്റ് അവർ റീപ്ലേസ് ചെയ്തു. അപ്പോൾ എവിടെന്നെങ്കിലും ഈ ഒരു ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ PDF ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിച്ച് വായിക്കുക, ഈ ടെക്സ്റ്റ് വായിക്കുക. ഇതിനകത്ത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫുള്ളായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ ചാപ്റ്ററിലുണ്ട്. ഇതിപ്പോൾ ഇല്ല, ഇതിപ്പോൾ പഠിക്കാനില്ല. കാരണം എന്ത് ചെയ്തു? ഇത് റീപ്ലേസ് ചെയ്തവർ ഈ പുസ്തകം അവർ മാറ്റി. SCRT ഈ പുസ്തകം ക്യാൻസൽ ചെയ്തിട്ട് പുതിയ പുസ്തകം കൊണ്ടുവന്നായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു പുസ്തകം പോയി. 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പുതിയ പുസ്തകം നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ പഴയ SCRTക്കകത്തുള്ള, ഞാൻ പഴയ SCRT പറയുന്നത് കേട്ടോ, പഴയ SCRTയിലുള്ള ഇത് പഠിക്കുക. സമുദ്രജല ചലനങ്ങൾ നമുക്ക് SCRTയിലും പഠിക്കാനുണ്ടായിരുന്നു, ക്ലാസ് 9 പഠിക്കാനുണ്ട്. ഇതും പഴയ ടെക്സ്റ്റാണ്, ഇത് രണ്ടും പഴയ ടെക്സ്റ്റാണ്. ഈ കാണിച്ചേക്കുന്നതും പഴയ ടെക്സ്റ്റാണ്. ഓൾഡ് SCRT എന്ന് പറഞ്ഞാൽ 2024 ക്യാൻസൽ ചെയ്ത ടെക്സ്റ്റ് കേട്ടോ, 2024 ക്യാൻസൽ ചെയ്ത ടെക്സ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഈ 9ാമത്തെ ക്ലാസ്സിൽ സമുദ്രവും മനുഷ്യനും എന്നൊരു പാഠം ഉണ്ടായിരുന്നു. അതിനകത്ത് സമുദ്രജല ചലനങ്ങളെ പറ്റി പഠിക്കാനുണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കിട്ടുമെങ്കിൽ ഇതൊന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക, പഴയ ടെക്സ്റ്റ് കേട്ടോ. ഇത് രണ്ടും കിട്ടുവാണെങ്കിൽ ഈ 2 പഴയ ടെക്സ്റ്റുകളിൽ ഈ 2 പാഠങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കുക, നല്ലതാണ്. റിമോട്ട് സെൻസിങ് പഠിക്കാൻ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇത് +1 +2 ഇല്ല. റിമോട്ട് സെൻസിങ് 5 മുതൽ 10 വരെയുള്ള പുതിയ SCRTക്കകത്തും ഇല്ല, ന്യൂ SCRTക്കകത്തും ഇല്ല റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ പഴയ ടെക്സ്റ്റ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ, വിദൂര സംവേദനത്തെ പറ്റി പഠിക്കാനായിട്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു HSA സോഷ്യൽ സയൻസിൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക്ക്. ഞാനൊരു ബ്ലൂ പ്രിൻ്റാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ജോഗ്രഫിയുടെ ഒരു ബ്ലൂ പ്രിൻ്റ്. പഠിക്കേണ്ട പാഠങ്ങൾ മാത്രമല്ല തന്നത്, അത് ഇവിടുന്ന് പഠിക്കണം, അതിൻ്റെ സോഴ്സും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നമ്മുടെ ക്ലാസ്സുകളുണ്ട്, ഈ എല്ലാ ടോപ്പിക്കിനെ സംബന്ധിച്ച ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ
റെക്കോർഡഡ് സെഷൻസ് ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരത് കാണുക, കണ്ടവരതൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പുസ്തകം ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. അപ്പം നമുക്ക് വന്നിരുന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പുസ്തകം വായിച്ചു തരാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ തന്നെ വായിക്കണം. പുസ്തകം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ തന്നെ വായിക്കണം. അത് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അതാ പറഞ്ഞാൽ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ബാക്കി ഇനി ക്ലാസ് കണ്ടു, റിവിഷൻ ചെയ്തു എങ്കിൽ ബാക്കി പുസ്തകം വായിക്കേണ്ടത്, അത് ഏത് പാഠമാണ് വായിക്കേണ്ടതെന്ന് അവരിവിടെ പറഞ്ഞു തന്നു അല്ലേ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക അല്ലേ, അതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നല്ലപോലെ കഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. നമുക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്തൊരു പാടാണ്, എന്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പഠിക്കുന്നു, നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരുമ്പോൾ അത് മൊത്തത്തിൽ അന്ന് മനസ്സിലാവും. അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിയത്, അന്നത്തെ സന്തോഷങ്ങൾ നമ്മൾ അനുഭവിക്കാൻ നമുക്ക് മനസ്സിലാവും. ഞാൻ അനുഭവിച്ച ഒന്നും അല്ലായിരുന്നു, ഈ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം വരും. മനസ്സിലായില്ലേ? അല്ലാതെ നമുക്ക് റാങ്ക് ലിസ്റ്റ് നമ്മുടെ പേരില്ലാതെ വരുമ്പോൾ, നമ്മൾ കഷ്ടപ്പെടാതിരുന്നത് കൊണ്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് പേര് വരാതിരിക്കുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. ആ റിഗ്രറ്റിനോളം വരത്തില്ല നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടില്ലേ, ഒരിക്കലും ആ റിഗ്രറ്റിനോളം വരില്ല. അന്നത്തെ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വേദനയോളം, പശ്ചാത്താപത്തോളം വരത്തില്ല ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കാണ്. നമ്മുടെ കോടീശ്വരനകത്ത് പറയുന്ന പോലെ മണിക്കുട്ടി ഓപ്ഷൻസ് തരുന്നു. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കഷ്ടപ്പെടണോ അതോ വെറുതെ ഇരിക്കണോ? ചുമ്മാ സ്വപ്നം കാണണോ, കിടന്നുറങ്ങണോ, അതോ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉറക്കമൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്ന് പഠിക്കണോ? നീ ജീവിതത്തിൽ രക്ഷപ്പെടണോ, തോറ്റു പോകണോ? നല്ലപോലെ പൈസ ഉണ്ടാക്കണോ, ദരിദ്രനായിട്ട് ജീവിക്കണോ? എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഓപ്ഷൻസ്. നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ എങ്ങനെ ആയി തീരണോ എന്നുള്ളത്. മറ്റൊരാൾക്കും നിങ്ങളെ ഒരു രീതിയിലും ഒന്നും ആക്കാൻ പറ്റത്തില്ല. നിങ്ങളെ എന്താക്കണം, നിങ്ങൾ എന്തായി തീരണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കേ സാധിക്കൂ. നിങ്ങൾക്കേ അതിനുള്ള കഴിവുള്ള, നിങ്ങൾക്ക് അതിനുള്ള എബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ നിങ്ങളുടേതാണ്, അത് പ്രയോജനപ്പെടുത്തുക. എനിക്കിത്ര പറഞ്ഞു തരാനുള്ളൂ. നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം, അല്ലേ, ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രം ചിന്തിക്കുക. അവിടെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. കേട്ടോ? താങ്ക് യു ഓൾ. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ കാണാം. ആരെങ്കിലും എൻട്രി ആപ്പ് ഇനിയും ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമ്മുടെ HSIയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അത് കാണുക. HSIയുടെ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച്, എൻ്റെ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് ഓൾറെഡി ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ആർക്കെങ്കിലും ആ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിൽ ചേരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പിൽ നിങ്ങൾക്ക് ഞാൻ റിവിഷൻ ക്ലാസ്സുകൾ തരും. എൻ്റെ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പിൽ ഞാൻ നിങ്ങൾക്ക് റിവിഷൻ തരും. മനസ്സിലായോ? ഒരു ക്രാഷ് കോഴ്സുകൾ തരും. ഇനിയുള്ള 2 മാസത്തെ ക്രാഷ് കോഴ്സ് എൻ്റെ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് തരും. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ബാച്ചിൽ ചേരണം, ഗോൾഡ് ബാച്ച് സ്പെഷ്യൽ മെൻറ്റർഷിപ്പോട് കൂടി ബാച്ചാണ്, നോർമൽ ബാച്ച് അല്ല. അപ്പോൾ അതൊരു ചെറിയ പേയ്മെൻറ്റ്, ഇച്ചിരി സാധാരണ നോർമൽ ബാച്ചിനേക്കാൾ പേയ്മെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഒരു സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുമല്ലേ. അപ്പോൾ ഞാൻ അതിനകത്തുണ്ട്, 2 മെൻറ്റേഴ്സ് നിങ്ങൾക്കുണ്ട്, ഫുൾ ടൈം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്തുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വീഡിയോയോട് ചേർന്ന് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തു തരും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ വേണം, ഇനി 2 മാസമല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഒരു ക്രാഷ് ബാച്ച് ചേർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമല്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതിനുള്ള അവസരം കൂടി ഉണ്ട്. ഞാൻ ഫുൾ ടൈം നിങ്ങളുടെ കൂടെ എക്സാം തീരുന്നിടം വരെ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തരും, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ജോലിയിലേക്ക് എത്താനുള്ള ഇനിയുള്ള കുറുക്ക് വഴികൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ബാച്ചിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അഷുറൻസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യുക. ഇനി അല്ലാതെ അങ്ങനെ ഒരു സ്പെഷ്യൽ ബാച്ച് ആവശ്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ബാച്ച് ഉണ്ട് ഓൾറെഡി. റെക്കോർഡഡ് സെഷൻസിൻ്റെ എല്ലാ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നോർമൽ ബാച്ച് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നോർമൽ ബാച്ച് ചെറിയ തുക മാത്രമേ ഉള്ളൂ, അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ക്ലാസ്സുകൾ കാണാനായിട്ട് ഡൗൺലോഡ് ചെയ്ത് പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു നോർമൽ ബാച്ചിനകത്തോ ഗോൾഡ് ബാച്ചിനകത്തോ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഞാൻ വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും പരീക്ഷയിൽ വിജയം ആശംസിക്കുന്നു. ഒപ്പം പ്രാർത്ഥനകളും അനുഗ്രഹവും. താങ്ക് യു.